നിർണായക ഘട്ടത്തിൽ പ്രതിരോധത്തിലാകില്ല എന്ന് പക്ഷേ ഇപ്പോഴും പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഇല്ലേ ഡാൻ? കാരണം മുൻ KPCC അധ്യക്ഷൻ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്താണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞത് എന്നത് നമുക്ക് മുന്നിലുണ്ട്. രാഹുൽ ഇനിയും സജീവമാകണം, ഇതൊക്കെ ഞാൻ അന്വേഷിച്ചു, ഒന്നുമില്ല എന്ന് വ്യക്തമായി ബോധ്യമായി ക്ലീൻ ചിറ്റ് കൊടുക്കുകയാണ് മുൻ KPCC അധ്യക്ഷൻ ചെയ്തത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പെൺകുട്ടി പരാതി നൽകിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. പല നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി എടുത്ത നിലപാടിൽ പിന്നോട്ട് പോകുന്ന, അതിൽ അയവ് വരുത്തുന്ന സാഹചര്യം നമ്മൾ അവരുടെ പ്രതികരണങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. മാത്രവുമല്ല, സസ്പെൻഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും പാർട്ടി വേദികളിൽ ഉൾപ്പെടെ രാഹുൽ സജീവമായി തുടങ്ങുന്നു, പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ ഇറങ്ങുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പെൺകുട്ടി പരാതി നൽകാൻ തയ്യാറായിരിക്കുന്നത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഡാൻ, ഇക്കാര്യത്തിൽ ഇങ്ങനെ ഒരു പരാതി ലഭിക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചോദ്യം ചെയ്യുക എന്നതായിരിക്കും ഏറ്റവും ആദ്യം അന്വേഷണ സംഘം എടുക്കുന്ന നീക്കം എന്ന് മനസ്സിലാകുന്നു. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ പെൺകുട്ടി നൽകിയിരിക്കുന്ന പരാതിയിൽ ഈ ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചു എന്നതുൾപ്പെടെയുള്ള ആ ശബ്ദ സംഭാഷണത്തിൻ്റെതുൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. ഈ ശബ്ദം ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളിക്കളഞ്ഞിട്ടില്ല എന്നത് നമുക്ക് മുന്നിലുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇനി ചോദ്യം ചെയ്താൽ ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയല്ലേ നമുക്ക് മുന്നിലുള്ളത്? നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ അത്തരം നീക്കങ്ങളിലേക്കൊക്കെ കടക്കുകയുള്ളൂ. മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ഒരു പരാതി ലഭിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ക്വിക്ക് വെരിഫിക്കേഷന് വേണ്ടി ആ പരാതി ആദ്യം കൈമാറുകയായിരിക്കും. അതാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. അവിടെ പ്ലേസ് ഓഫ് ഒക്കറൻസ് എവിടെയാണ്, ഈ പരാതിയിൽ ഏതാണ് സ്ഥലം, എവിടെ വെച്ചാണ് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം നടന്നത്, പരാതിക്ക് അടിസ്ഥാനമായ കാര്യം നടന്നത് എവിടെ വെച്ചാണ് എന്ന കാര്യം കൃത്യമായി പരാതിയിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അങ്ങനെയെങ്കിൽ ആ സ്ഥലത്തെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെടാനാണ് സാധ്യത. അതോ അതിന് പകരം ഇപ്പോൾ അന്വേഷണം നടത്തുന്ന ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘത്തിന് ഈ പരാതി മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് നേരിട്ട് കൈമാറുമോ എന്ന കാര്യമൊക്കെ അറിയേണ്ടതുണ്ട്. ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് ലഭിച്ച പരാതിയായതിനാൽ അതിന്റെ ഗൗരവം ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ചില സൂചനകൾ ഈ പെൺകുട്ടി ഇപ്പോഴും ഈ അവസ്ഥ, ഈ മാനസികമായിട്ടുള്ള ആഘാതം മറികടന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ആ പെൺകുട്ടി ആ ദുരവസ്ഥ മറികടക്കാത്ത സാഹചര്യമുണ്ട്. മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകിയതിനു ശേഷം ഈ കുട്ടിക്ക് വലിയ രീതിയിൽ ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടായി എന്ന സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത് എന്നതിന്റെ വ്യക്തതയുണ്ടോ? ആശുപത്രിയിലാണോ ഈ പെൺകുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച് എന്ത് വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്? അത് സംബന്ധിച്ച ഒരു സൂചനകളും ഇതുവരെ എനിക്ക് ലഭിച്ചിട്ടില്ല. അത് സംബന്ധിച്ച വിവരങ്ങൾ നമ്മൾ തേടുന്നുണ്ട്. ഇവർ കഴിഞ്ഞ ഏതാനും നാളുകളായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ശാസ്ത്രീയമായ ഒരു രീതിയിലൂടെ ആയിരുന്നില്ല ഇവർ ഈ ഗർഭഛിദ്രം നടത്തിയത്. അതുകൊണ്ട് തന്നെ മാനസികമായും ശാരീരികമായും വളരെ തകർന്ന ഒരു അവസ്ഥയിലായിരുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഈ യുവതി. അതുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുമായോ മറ്റ് തരത്തിലുള്ള പ്രതികരണങ്ങളുമായോ ഒന്നും ഇവർക്ക് കഴിയാതിരുന്നതിന് പ്രധാനപ്പെട്ട കാരണമായി മാറിയത് ഇവരുടെ ശാരീരികമായ ഒരു പ്രയാസങ്ങൾ തന്നെയാണ്. ഒരുപക്ഷെ മാനസികമായി കൂടി വളരെ തളർന്ന അവസ്ഥയിൽ ഇരിക്കുന്നതിനിടയിൽ വീണ്ടും വ്യക്തിപരമായും കുടുംബത്തെയും ഒക്കെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് ഈ പരാമർശങ്ങളും അധിക്ഷേപങ്ങളും സൈബർ ഇടങ്ങളിലെ ആക്രമണവും മാറുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഇവർ ഈ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് കൈവശമുണ്ടായിരുന്ന, അതായത് മാധ്യമങ്ങൾ പുറത്തുവിട്ട ഈ ശബ്ദ സംഭാഷണങ്ങൾക്ക് പുറമെ കൈവശമുണ്ടായിരുന്ന ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഇതിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ബന്ധിപ്പിക്കുന്ന കംപ്ലീറ്റ് തെളിവുകളും മുഴുവൻ തെളിവുകളും മുഖ്യമന്ത്രിക്ക് ഈ യുവതി കൈമാറിയിട്ടുണ്ട് എന്ന സൂചന കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് വളരെ നിർണായകമായ വിവരങ്ങളാണ് ഡാൻ കുര്യൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കേട്ട ഭാഗങ്ങൾ മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗിക വൈകൃതത്തിന്റെ കൂടുതൽ തെളിവുകൾ മുഖ്യമന്ത്രിക്ക് പെൺകുട്ടി കൈമാറിയിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് ഡാൻ കുര്യൻ നമുക്ക് പങ്കുവെക്കുന്നത്. നോക്കൂ, നമ്മൾ കേട്ടത് തന്നെ എത്രമാത്രം ഭീകരമാണ് എന്നത് നമുക്കറിയാം. ആ സാഹചര്യത്തിൽ അതിനപ്പുറമുള്ള തെളിവുകൾ പെൺകുട്ടി ഇപ്പോൾ പരാതിക്കൊപ്പം, മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിക്കൊപ്പം കൈമാറിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടിയാണ് വരുന്നത്. ആ പെൺകുട്ടി ഇപ്പോഴും വലിയ രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങൾ, ശാരീരിക പ്രശ്നങ്ങൾ നേരിടുന്ന പെൺകുട്ടിയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി പരാതി
നൽകാൻ ആ പെൺകുട്ടിക്ക് 3 മാസത്തെ കാത്തിരിപ്പ് വേണ്ടി വന്നു എന്നത് തന്നെ ആ പെൺകുട്ടി കടന്നു പോകുന്ന സാഹചര്യം എന്താണ് എന്നത് നമുക്ക് മനസ്സിലാക്കി തരും. ആ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ, അത്രയും കാത്തിരിപ്പിന് ശേഷം അവിടെ എത്തി മുഖ്യമന്ത്രിയെ കാണുമ്പോൾ, പരാതി നൽകുമ്പോൾ ആ പെൺകുട്ടിക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി എന്ന വിവരങ്ങൾ കൂടിയാണ് വരുന്നത്. അത്രമാത്രം ഈ 3 മാസം എടുത്തിട്ടും ആ സാഹചര്യങ്ങൾ മറികടക്കാൻ പറ്റാത്ത ശാരീരിക മാനസിക പ്രശ്നങ്ങൾ ആ പെൺകുട്ടി നേരിടുന്നുണ്ട് എന്നതാണ് അത് വ്യക്തമാക്കുന്നത്. ആ പെൺകുട്ടിയോടാണ്, ആ പെൺകുട്ടി മരിക്കണമോ ജീവിക്കണമോ എന്ന് പോലും അറിയാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും മോശമായ പ്രതികരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഒരു മനുഷ്യത്വം പോലും ഇല്ലാത്ത തരത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചത് എന്നത് നമുക്ക് കാണാം. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്കൊപ്പം യൂത്ത് കോൺഗ്രസ് നേതാവ് സജന ബി സജൻ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. സജന, കഴിഞ്ഞ 2 ദിവസങ്ങളായി ഈ വിഷയത്തിൽ ഏറ്റവും ശക്തമായ പ്രതികരണം സജന നടത്തുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണമെന്നൊരാവശ്യം ഇതിനോടകം സജന മുന്നോട്ട് വെച്ചു. നേരത്തെ ഇന്ന് പ്രിയങ്ക ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകി അന്വേഷണം വേണമെന്നതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം. ഇപ്പോൾ പരാതി മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. പെൺകുട്ടി നീതി തേടി നിയമ പോരാട്ടത്തിന് തയ്യാറെടുത്തിരിക്കുന്നു എന്ന ഒരു സാഹചര്യത്തിൽ സജനയ്ക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും ഇതൊരു പോരാട്ടത്തിന്റെ വിജയമായി തന്നെ കണക്കാക്കുകയാണ്. ഇത്രയും നാള് ആ കുട്ടിയുടെ ഒരു മാനസിക പിരിമുറുക്കം ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഒരു സ്ത്രീയാണ്, അപ്പൊ എത്രത്തോളം അവര് ശാരീരികമായും മാനസികമായും ഒക്കെ അനുഭവിച്ചിട്ടുണ്ടാകും എന്നത് നമുക്ക് പകൽ പോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതിൽ നിന്ന് അവർ ഒരു പരാതി എന്നതിലേക്ക് മുന്നോട്ട് വരുമ്പോൾ തന്നെ അവർ ഈ ഒരു കാര്യത്തിൽ പകുതിയോളം വിജയിച്ചു എന്നതാണ് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ എന്തെന്നില്ലാതെ ഒരു ആത്മസംതൃപ്തി എനിക്ക് തോന്നുകയാണ്. കാര്യം ഒരു പെൺകുട്ടിക്ക് വേണ്ടി സംസാരിക്കാൻ എനിക്ക് സാധിച്ചു എന്നതിൽ എന്റെ പൊതുപ്രവർത്തന ജീവിതത്തിൽ എനിക്കൊരു സ്ത്രീക്ക് വേണ്ടി പോരാടാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായും നമ്മൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഒരു പെൺകുട്ടി അനുഭവിച്ച ബുദ്ധിമുട്ടിന്റെ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ എന്താണ് അതിനോട് ചിലരെങ്കിലും പ്രതികരിച്ചത് എന്നത് കേട്ടതാണ്. സമൂഹ മാധ്യമങ്ങൾ എങ്ങനെയാണ് ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്തത് എന്നത് കണ്ടതാണ്. ആ പെൺകുട്ടി എത്രമാത്രം ആക്രമിക്കപ്പെട്ടു എന്നത് കണ്ടതാണ്. അവിടെ സജനെ പോലെയുള്ളവരുടെ ശബ്ദം വേറിട്ട് തന്നെ നിൽക്കും. നേതൃത്വം ഒന്നടങ്കം ഈ ആരോപണ വിധേയനൊപ്പം നിൽക്കുമ്പോൾ അത് അവിടെ തുറന്നു പറയാനുള്ള ധൈര്യം കാട്ടി എന്നതാണ് സജനെ ഉൾപ്പെടെയുള്ളവരെ വേറിട്ട് നിർത്തുന്ന കാര്യവും. സജന, ഇന്നലെ ഈ പുതിയ തെളിവുകൾ പുറത്തു വന്ന സാഹചര്യത്തിലാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്നൊരു ആവശ്യം സജന മുന്നോട്ട് വെച്ചത്. നോക്കൂ, ഇപ്പോൾ പെൺകുട്ടി പരാതിയുമായി രംഗത്ത് വരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഒരു പരാതി മുഖ്യമന്ത്രിക്ക് മുന്നിൽ എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതുവരെ പറഞ്ഞ ന്യായീകരണങ്ങൾ ഇനി പറ്റുമോ രാഹുൽ മാങ്കൂട്ടത്തിന്? രാഹുൽ മാങ്കൂട്ടത്തിൽ സസ്പെൻഷനിൽ എന്ന് പറയുകയും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അവരുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണ രംഗത്ത് നടക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ പേരിനൊരു നടപടി എന്നതാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ആ രീതിയിൽ ഒളിച്ചുകളി, ഇരട്ടത്താപ്പ് ഇനി പറ്റുമോ? അല്ല, ഒരിക്കലുമില്ല. ഇതിനകത്ത് പാർട്ടി ഒരു ഇരട്ടത്താപ്പ് നയം ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അതൊരു തെറ്റായ ധാരണയാണ്. പാർട്ടിയുടെ നേതൃത്വം ശക്തമായ രീതിയിൽ തന്നെ ഈ വിഷയം ഉന്നയിക്കപ്പെട്ട ആദ്യ നാളുകൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു നടപടി സ്വീകരിച്ചതാണ്. ഇപ്പോൾ പ്രചരണ രംഗത്ത് രാഹുൽ മാങ്കൂട്ടം ഇറങ്ങിയിരിക്കുന്നത് പാലക്കാട് ഒരു ജില്ലയുടെ DCCയുടെ ഭാരവാഹികൾ, അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരാണ് അതിന് വിശദീകരണം നൽകേണ്ടത്. അതൊരിക്കലും പാർട്ടിയുടെ നേതൃത്വത്തെ ആ ഒരു കാര്യത്തിൽ വലിച്ചിഴക്കാൻ സാധിക്കില്ല. കാര്യം ഇന്നലെ തന്നെ നടത്തിയ KC വേണുഗോപാലിന്റെ പ്രതികരണത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു, ഈ രാഹുൽ മാങ്കൂട്ടത്തിന് പാർട്ടിയിൽ ഒരു സ്ഥാനവുമില്ല, അദ്ദേഹം ഇപ്പോൾ ഈ പാർട്ടിയിലുള്ള അംഗമല്ല എന്നുള്ള കാര്യം അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ അറിയിച്ചതാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹവും മറ്റു നേതാക്കളും ഒക്കെ പറയുന്നു KPCC നേതൃത്വമാണ് അക്കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന്. പക്ഷേ